പല നല്ല കച്ചവടക്കാരും പല ബിസിനസ്സുകാരും ചിന്തിക്കാറ് എനിക്ക് ഒരുപാട് സെയിൽസ് വേണം എന്നാണ് എപ്പോഴും ചിന്തിക്കാറ്. യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് ഒരുപാട് സെയിൽസ് വേണം അല്ലെങ്കിൽ ഒരുപാട് ലീഡ്സുകൾ വേണം എന്ന് നിങ്ങൾ ചിന്തിക്കുമ്പോഴേ സാധനം അല്ലെങ്കിൽ ഉൽപ്പന്നം വാങ്ങുന്നതിന് വേണ്ടി ഒരുപാട് ആളുകൾ മുന്നോട്ട് വരും എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ നിങ്ങൾ ആ സെയിൽസ് കൺവേർഷൻ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. പലപ്പോഴും ഇവിടെ കൺവേർഷൻ നടക്കാത്ത ഒരു സാഹചര്യം യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് നിങ്ങൾ എപ്പോഴും കച്ചവടം ചെയ്യുമ്പോൾ എപ്പോഴും ഒരുപാട് കസ്റ്റമറെ ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോഴേ നിങ്ങൾ മറന്നു പോകുന്നത് എപ്പോഴും നിങ്ങളുടെ ഉൽപ്പന്നത്തിലുള്ള വിശ്വാസം നിങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കാറില്ല. അതായത് ഒരുപക്ഷെ നിങ്ങളുടെ അടുത്ത് നല്ല സർവീസ് ഉണ്ടാവും, അല്ലെങ്കിൽ നല്ല ഉൽപ്പന്നങ്ങളൊക്കെ നിങ്ങളുടെ കൈകളിലുണ്ടാവും. നിങ്ങൾ ഈ ഉൽപ്പന്നത്തെയും സേവനത്തെയും ഒരു കൂട്ടം മനുഷ്യരിലേക്ക് നിങ്ങൾ ഇതിനെ സ്പ്രെഡ് ചെയ്യുന്നില്ല. എൻ്റെ അടുത്ത് നല്ല സേവനമുണ്ട് എന്നും ഒരിക്കലും നിങ്ങൾ ഉൽപ്പന്നങ്ങളോ സേവനങ്ങളോ കസ്റ്റമറിന് വേണ്ടി ഡയറക്റ്റ് എൻ്റെ ഉൽപ്പന്നം നിങ്ങൾ വാങ്ങൂ എന്ന് പറഞ്ഞുകൊണ്ട് വിൽക്കരുത്. നിങ്ങളെപ്പോഴും കസ്റ്റമറിനോട് കസ്റ്റമറിന് നിങ്ങളുടെ ഉൽപ്പന്നത്തെ പരിചയപ്പെടുത്തി കൊടുക്കുക. നിങ്ങളുടെ ഉൽപ്പന്നം കൊണ്ട് അവർക്ക് എന്ത് ഗുണം ലഭിക്കും, അവർക്ക് എന്ത് ആണ് ഇതുകൊണ്ട് ബെനഫിറ്റ് എന്നുള്ളത് മനസ്സിലാക്കുമ്പോഴേ യഥാർത്ഥ കസ്റ്റമർ നിങ്ങളെ തേടി വരും എന്നുള്ളതാണ്. നമ്മൾ പഴയ കാലത്ത് ഒരു ചൊല്ലുണ്ട്, മഞ്ചയിൽ നെല്ല് ഉണ്ട് എന്നുണ്ടെങ്കിൽ എലി വയനാട്ടിൽ നിന്നും വരുന്നത്. സത്യമാണ്. യഥാർത്ഥത്തിൽ നല്ല നെല്ലാണ് നമ്മളെടുത്ത് വേണ്ടത്, നല്ല കൊയ്ത്തുള്ള നല്ല കൃഷി നമ്മളെടുത്ത് വേണം. പക്ഷേ ആ കൃഷി നിങ്ങൾ ജനങ്ങളിലേക്ക് മനോഹരമായിട്ട് നിങ്ങൾ മാർക്കറ്റിംഗ് ചെയ്യണം. അല്ലാതെ നിങ്ങൾ ആ ഉൽപ്പന്നം പലപ്പോഴും ആളുകൾ എൻ്റെ അടുത്ത് ഒരുപാട് ഉൽപ്പന്നം ഉണ്ട് എന്ന് മാത്രം വെച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ ആളുകളോട് എൻ്റെ ഉൽപ്പന്നം വാങ്ങൂ എന്നും പറയരുത്. ജനങ്ങൾക്കത് ഫീൽ ചെയ്യിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ? നിങ്ങളുടെ ഉൽപ്പന്നങ്ങളും സേവനങ്ങളിലും ജനങ്ങൾ തൃപ്തരാവും, നിങ്ങൾ ബിസിനസ്സിൽ സക്സസ് ആവും.